നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 22-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വരാനിരിക്കുന്ന സെൻസസ് ചോദ്യാവലിയിൽ മാതാപിതാക്കളുടെ ജനനസ്ഥലവും മതവും ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സെൻസസിന്റെ മറവിൽ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ NPR ഒളിച്ചു കടത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം ആരോപിച്ചു. NPR വിവരങ്ങൾ അരിച്ചെടുത്താണ് ദേശീയ പൗരത്വ രജിസ്റ്റർ NRC തയ്യാറാക്കുന്നതെന്നും NPR എന്നത് NRCയുടെ ആദ്യ പടിയാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പൗരത്വത്തെ മതവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു നയവും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ പിണറായി വിജയൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം ദുരൂഹമായിട്ടുള്ള ചോദ്യങ്ങൾ സെൻസസിൽ നിന്നും അടിയന്തരമായിട്ട് ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും സംഘപരിവാറിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ മതേതര സമൂഹം ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങുമെന്നും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം ഇത്തരമൊരു ഗുരുതരമായിട്ടുള്ള വിഷയം ഉയർന്നു വന്നിട്ടും സംസ്ഥാനത്തെ UDF സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് വിമർശിച്ച അദ്ദേഹം 2019 LDF സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിൽ NPR നടപ്പിലാക്കില്ലെന്ന ഉറപ്പിൽ ഭരണമാറ്റത്തിന് ശേഷവും ഉറച്ചു നിൽക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ഇൻഷുറൻസ് രഹിത വാഹനങ്ങളുടെ ഉപയോഗം തടയുന്നതിനായിട്ട് വിപ്ലവാത്മകവും കർശനവുമായിട്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. രാജ്യത്തെ നിലവിലെ ഓടുന്ന വാഹനങ്ങളിൽ 56% തേർഡ് പാർട്ടി ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവയാണെന്ന പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് അത് മുൻനിർത്തിക്കൊണ്ട് ജസ്റ്റിസ് സഞ്ജയ് കരോൾ അധ്യക്ഷനായ ബെഞ്ചാണ് കേന്ദ്ര സർക്കാരിന് ഈ പുതിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയത്. ഇൻഷുറൻസ് പുതുക്കാത്ത വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം നൽകുന്നത് പൂർണ്ണമായിട്ടും വിലക്കുന്ന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെട്രോളിയം മന്ത്രാലയത്തിന് ഇതിലുള്ള ചില പ്രായോഗികമായിട്ടുള്ള ആശങ്കകൾ കേന്ദ്ര സർക്കാർ ബുധനാഴ്ച കോടതിയെ അറിയിച്ചുവെങ്കിലും ഇത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കി നോക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനു പുറമെ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ ഇൻഷുറൻസ് കാലാവധി കഴിയുന്ന വാഹനങ്ങൾക്ക് വാഹൻ പോർട്ടലിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് സ്വയം പ്രേരിതമായിട്ട് ചെല്ലാനുകൾ അയക്കുന്ന സംവിധാനം കൊണ്ടുവരാനും പോലീസുകാർക്ക് റോഡുകളിൽ വെച്ച് തന്നെ ഇൻഷുറൻസ് വിവരങ്ങൾ ഉടനടി പരിശോധിച്ച് ഉറപ്പുവരുത്താനുമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ കൈമാറാനും കോടതി ശുപാർശ ചെയ്തു. നിലവിൽ ഇൻഷുറൻസ് ഇല്ലെങ്കിലും വാഹനം നിരത്തിലിറക്കുമ്പോൾ മാത്രമാണ് നിയമവിരുദ്ധമാകുന്നത് എങ്കിൽ പുതിയ ഡിജിറ്റൽ ചെല്ലാൻ രീതി വരുന്നതോടുകൂടി വാഹനം ഓടിച്ചില്ലെങ്കിലും ഇൻഷുറൻസ് തീയതി തെറ്റിയാൽ ഉടൻ തന്നെ വലിയ തുക പിഴയായിട്ട് നൽകേണ്ടി വരും. മുൻപ് സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് പുതിയ കാറുകൾക്ക് 3 വർഷവും ഇരുചക്ര വാഹനങ്ങൾക്ക് 5 വർഷവുമായിട്ട് നിശ്ചയിച്ചിരുന്ന തേർഡ് പാർട്ടി ഇൻഷുറൻസ് കാലാവധി ഓഗസ്റ്റ് 4-ന് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ യഥാക്രമം 4-6 വർഷങ്ങളായി കോടതി കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും വാഹന ഉടമകൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിനെ ഗൗരവമായിട്ട് കാണാറില്ലെങ്കിലും ഇത് ഇല്ലാത്ത പക്ഷം ഉണ്ടാകുന്ന സാമ്പത്തിക അപകട സാധ്യത വളരെ വലുതാണ്. സ്വന്തം വാഹനത്തിനോ ഉടമയ്ക്കോ അപകട നഷ്ടപരിഹാരം നൽകുന്ന ഒന്നല്ല തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും നമ്മുടെ വാഹനം തട്ടി പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന മൂന്നാമതൊരാൾക്ക് നൽകേണ്ടി വരുന്ന ഭീമമായിട്ടുള്ള തുകയിൽ നിന്ന് വാഹന ഉടമയ്ക്ക് സാമ്പത്തിക സംരക്ഷണം നൽകുന്നത് ഈ ഇൻഷുറൻസാണ്. ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്താൽ കോടതി വിധിക്കുന്ന 1/2 കോടി മുതൽ 1 കോടി രൂപ വരെയുള്ള നഷ്ടപരിഹാരം മുഴുവൻ തുകയും അത് വാഹന ഉടമ സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടി വരും. പല കുടുംബങ്ങളെയും സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയിലേക്കും കടക്കണിയിലേക്കും തള്ളിവിടുന്ന ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാനും നിരത്തുകളിലെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഇത്തരമൊരു കർശന നടപടികൾ അത് അടിയന്തരമായി തന്നെ കൈക്കൊള്ളാനായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണാഘോഷങ്ങളുടെയൊക്കെ തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയൊരു ആശ്വാസവും കൈത്താങ്ങുമായിട്ട് കേരള സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന പൗരന്മാർക്ക് ഓണക്കോടി വാങ്ങുന്നതിനായിട്ട് പ്രഖ്യാപിച്ച ധനസഹായ വിതരണത്തിന് ഔദ്യോഗികമായിട്ട് സംസ്ഥാന തുടക്കമായിരിക്കുകയാണ്. 60 വയസ്സ് പൂർത്തിയായ പട്ടികവർഗക്കാർക്ക് ഓണക്കോടിക്കായിട്ട് 1000 രൂപ വീതം നൽകുന്ന ഈ സുപ്രധാന പദ്ധതിയിലൂടെ സംസ്ഥാനത്തുടനീളമുള്ള 52,826 പേർക്കാണ് തുക നേരിട്ട് ലഭിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ, അതായത് CMDRFിൽ നിന്നാകെ 5.28 കോടിയിലധികം രൂപ വകയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
സാധാരണ നിലയിൽ മറ്റ് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ഇത്തരത്തിലുള്ള അധിക ധനസഹായങ്ങൾ ലഭ്യമാകാനായിട്ട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തവണ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്ന ഉപഭോക്താക്കൾക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം പൂർണ്ണമായിട്ട് ലഭ്യമാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വയനാട്, ഇടുക്കി, അതോടൊപ്പം തന്നെ പാലക്കാട്, അട്ടപ്പാടി തുടങ്ങിയ മലയോര മേഖലകളിലേക്ക് തന്നെ പട്ടികവർഗ ഊരുകളിലും സങ്കേതങ്ങളിലുമൊക്കെ തന്നെ ഈ വാർത്ത വലിയ ആവേശമാണ് പകർന്നിരിക്കുന്നത്. പട്ടികവർഗ വികസന വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ ഭരണകൂടങ്ങളുമൊക്കെ തന്നെ ചേർന്ന് തുക നേരിട്ട് ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളൊക്കെ തന്നെ വേഗത്തിലാക്കിയിട്ടുണ്ട്. സപ്ലൈകോ, ഓണം ചന്തകളും പ്രാദേശിക വിപണികളുമൊക്കെ തന്നെ സജീവമാകുന്ന ഈ ഉത്സവവേളയിൽ ഊരുകളിലെ മുതിർന്ന തലമുറയ്ക്ക് പുതുവസ്ത്രങ്ങളും മറ്റ് അത്യന്താപേക്ഷിതമായിട്ടുള്ള അവശ്യ വസ്തുക്കളുമൊക്കെ വാങ്ങാൻ ഈ 1000 രൂപ അത് വലിയൊരു കൈത്താങ്ങായിട്ട് മാറും. പട്ടികവർഗക്കാരുടെയൊക്കെ തന്നെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നമനവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ഒരു കുടുംബത്തെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓണം ആഘോഷിക്കുക എന്ന സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ഒരു നടപടി. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട അർഹരായിട്ടുള്ള സ്ത്രീകളിൽ നിന്നും വീടുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിനുമായിട്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈന എന്നീ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഉൾപ്പെടുന്ന വിധവകൾ, നിയമപരമായിട്ട് വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീകൾ എന്നിവരുടെയൊക്കെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനവും സുരക്ഷിതമായിട്ടുള്ള ഭവന നിർമ്മാണവും ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ ഒരു പദ്ധതി ഇപ്പോൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ശരിയായ രീതിയിലുള്ള വാതിലുകൾ, അതോടൊപ്പം തന്നെ ജനലുകൾ, ഉറപ്പുള്ള മേൽക്കൂര, സുരക്ഷിതമായിട്ടുള്ള ഫ്ലോറിങ്, അടച്ചുറപ്പുള്ള ഫിനിഷിംഗ് പണികളൊക്കെ തന്നെ, അതോടൊപ്പം തന്നെ പ്ലംബിങ്, സാനിറ്റേഷൻ സൗകര്യങ്ങൾ, അതുപോലെ തടസ്സമില്ലാത്ത ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെയൊക്കെ തന്നെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പരമാവധി 50,000 രൂപ വരെ തിരിച്ചടക്കേണ്ടാത്ത ധനസഹായമാണ് പദ്ധതിയിലൂടെ നൽകുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന സ്ത്രീയുടെ സ്വന്തം പേരിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയതോ വേർപിരിഞ്ഞു പോയതായിട്ടുള്ള പങ്കാളിയുടെ പേരിലോ ഉള്ള വീടിൻ്റെ മൊത്തം വിസ്തീർണം 1200 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ലെന്ന കർശനമായിട്ടുള്ള നിബന്ധനയുണ്ട്. കൂടാതെ അപേക്ഷക തന്നെ ആയിരിക്കണം ആ കുടുംബത്തിൻ്റെ ഏക വരുമാനദാതാവ്. അതോടൊപ്പം തന്നെ BPL വിഭാഗത്തിലുള്ളവർക്കും അപേക്ഷകയ്ക്കോ മക്കൾക്കോ ശാരീരിക മാനസിക വെല്ലുവിളികൾ ഉള്ളവർക്കും പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബങ്ങൾക്കും പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. എന്നാൽ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിര വരുമാനമുള്ള മക്കളുള്ള വിധവകൾക്കും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനോ പുനരുദ്ധാരണത്തിനോ മറ്റ് സർക്കാർ ധനസഹായം ലഭിച്ചവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയുണ്ടായിരിക്കില്ല. പദ്ധതിയുടെ നിർദ്ദിഷ്ട അപേക്ഷാ ഫോം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായിട്ടുള്ള www.minority.welfare.kerala.gov.in എന്ന വിലാസത്തിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തന്നെ വീട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ നടപ്പ് വർഷത്തിലെ കരമുടുക്കിയ രസീത്, അതോടൊപ്പം റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അതുപോലെ വീടിൻ്റെ വിസ്തീർണം, അറ്റകുറ്റപ്പണിയുടെയൊക്കെ തന്നെ ആവശ്യകത, മറ്റ് ഭവന പദ്ധതികളിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആനുകൂല്യമൊന്നും ലഭിച്ചിട്ടില്ല എന്നതും വ്യക്തമാക്കുന്ന പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകുന്ന സാക്ഷ്യപത്രം എന്നിവയും നിർബന്ധമായിട്ടും ഇതിൽ ഉള്ളടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. തയ്യാറാക്കിയ അപേക്ഷകളും അനുബന്ധ രേഖകളും അതാത് ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ട് സമർപ്പിക്കുകയും അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ജനറൽ, ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ, ജില്ലാ കളക്ടറേറ്റ് എന്ന വിലാസത്തിൽ രജിസ്റ്റേർഡ് തപാൽ മാർഗം അയച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അതാത് ജില്ലാ കളക്ടറേറ്റുകളിൽ അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 സെപ്റ്റംബർ 10 ആണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെയും അതോടൊപ്പം തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഒക്കെ തന്നെ നടക്കുന്ന അരി വിതരണത്തെക്കുറിച്ചും ഓണക്കാലത്തെ പ്രത്യേക ആനുകൂല്യങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തെറ്റായ വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി തികച്ചും വാസ്തവവിരുദ്ധമായിട്ട് പ്രചരിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേകം ഈ ഒരു കാര്യം മനസ്സിലാക്കുക. സാധാരണ റേഷൻ അരിയുടെ വില വർദ്ധിപ്പിച്ചുവെന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ തെറ്റാണെന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് കൂടുതൽ ഗുണനിലവാരവും പോഷകമൂല്യവുമുള്ള അരി അതിൽ ലഭ്യതയൊക്കെ തന്നെ ഉറപ്പുവരുത്തുക എന്നതാണ് സർക്കാർ ഇവിടെ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അയൺ, വിറ്റാമിൻ B12 തുടങ്ങിയ ഘടകങ്ങളൊക്കെ തന്നെ അടങ്ങിയ ഫോർട്ടിഫൈഡ് റൈസിൻ്റെ വിതരണം ഇതിന് ഉദാഹരണം തന്നെയാണ്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 33 രൂപയോളം വരുന്ന പെട്ടെന്ന് വേവുന്ന ജയ ടൈപ്പ് സ്പെഷ്യൽ അരിയൊക്കെ തന്നെ ഇത്തവണ കാർഡുടമകൾക്കായിട്ട് വെറും 26 രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത്. റേഷൻ കാർഡുകളുടെ തരംതിരിവനുസരിച്ച് നോക്കുകയാണെങ്കിൽ പിങ്ക് കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ ഫോർട്ടിഫൈഡ് റൈസ് ലഭിക്കുമ്പോൾ നീല കാർഡുടമകൾക്ക് ഓരോ അംഗത്തിനും 2 കിലോ വീതമുള്ള സാധാരണ അരിക്ക് പുറമേ ആയിട്ട് 3 കിലോ സ്പെഷ്യൽ അരിയും 26 രൂപ നിരക്കിൽ 10 കിലോ ജയ അരിയും ഗോതമ്പും പാക്കറ്റിന് 17 രൂപ നിരക്കിൽ 4 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നുണ്ട്. ഇനി വെള്ള റേഷൻ കാർഡാണെങ്കിൽ അവരുടെ കാര്യം എടുത്താൽ ആകെ 17 കിലോ അരി, അത് സ്പെഷ്യൽ അരിയും 26 രൂപയുടെ 10 കിലോ ജയ അരിയും ഉൾപ്പെടെയാണ്. അതുപോലെ തന്നെ ഗോതമ്പ്, ആട്ട
1/2 ലിറ്റർ മണ്ണെണ്ണ എന്നിവയൊക്കെ ഉൾപ്പെടെ മുൻപൊന്നും ലഭിക്കാത്തത്ര വിപുലമായിട്ടുള്ള വിഹിതമാണ് ഈ ഓണക്കാലത്ത് ഇപ്പോൾ അനുവദിച്ച് നൽകിയിരിക്കുന്നത്. റേഷൻ വിതരണത്തിന് പുറമെയായിട്ട് സപ്ലൈകോ വഴി 229 രൂപയുടെ സിഗ്നേച്ചർ കിറ്റ് മുതൽ 2000 രൂപയുടെ തിരുവോണം കിറ്റ് വരെയുള്ള വിവിധ ഓണക്കിറ്റുകളും അതോടൊപ്പം തന്നെ ഹോർട്ടികോർപ്പ് വഴി നാട്ടിൻപുറങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച വിഷരഹിത പച്ചക്കറികൾ കുറഞ്ഞ വിലയിൽ നൽകുന്ന ചന്തകളും സജീവമാണ്. ചുരുക്കത്തിൽ പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ ചെറുത്തു തോൽപ്പിക്കാനും സാധാരണക്കാർക്ക് സാമ്പത്തിക ബാധ്യതകളില്ലാതെ തന്നെ ഈ ഓണക്കാലം ആഘോഷിക്കാനും സർക്കാരിൻ്റെ ഈ ശക്തമായ ഇടപെടലുകൾ ഉപകരിക്കും എന്നതിനാൽ തന്നെ ഈ സന്ദേശം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വിവിധ ധനസഹായങ്ങളും ക്ഷേമ പെൻഷൻ തുകയും ഉത്രാടപ്പാച്ചിലിന് മുൻപ് തന്നെ അർഹരായിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളുടെയും കൈകളിലേക്ക് സുരക്ഷിതമായി തന്നെ എത്തിക്കാനായിട്ട് സംസ്ഥാന ഭരണകൂടം ഇപ്പോൾ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പെൻഷൻ വിതരണ നടപടികളൊക്കെ തന്നെ കഴിഞ്ഞ 19-ാം തീയതി മുതൽ ആരംഭിച്ചിരുന്നുവെങ്കിലും നേരിട്ട് പണമായിട്ട് കൈപ്പറ്റുന്നവരുടെയൊക്കെ തന്നെ വീടുകളിലേക്കുള്ള വിതരണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയൊരു കാലതാമസം നേരിട്ടിരുന്നു. എന്നാൽ ഇന്നു മുതൽ സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് നിങ്ങളുടെ വീടുകളിലെത്തി ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന പ്രക്രിയ പൂർണ്ണതോതിൽ ആരംഭിക്കുകയാണ്. ആവശ്യമായ ഫണ്ട് ഇതിനോടകം തന്നെ പൂർണ്ണമായിട്ടും ലഭ്യമായിട്ടുള്ളതിനാൽ തന്നെ ഔദ്യോഗിക സമയപരിധിയായിട്ടുള്ള ഓഗസ്റ്റ് 31 വരെ നീണ്ടുപോകാതെ വിതരണ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ ആനുകൂല്യം ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ അത് ഓണാഘോഷ ആവശ്യങ്ങൾക്കായി മുൻകൂറായി അനുവദിച്ച തുകയായതിനാൽ തന്നെ അടിയന്തരമായി തന്നെ അതത് സഹകരണ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ കാരണം അവിടെ അന്വേഷിക്കേണ്ടതാണ്. ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്നവരെ സംബന്ധിച്ച് അത്തരത്തിൽ നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു ഉപകാരപ്രദമാകുന്ന കാര്യമായിരിക്കും. അതേസമയം പെൻഷൻ തുകയിൽ 200, 300, 500 എന്നിങ്ങനെ കുറവ് ലഭിച്ചിട്ടുള്ളവർക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിത വിതരണത്തിനുള്ള നടപടികളുമൊക്കെ തന്നെ ഇപ്പോൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇത് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പ്രക്രിയ ആയതിനാൽ തന്നെ സാങ്കേതികമായിട്ട് ചെറിയൊരു സമയമെടുക്കുമെങ്കിലും ഓഗസ്റ്റ് 31-ാം തീയതിക്ക് മുൻപായി തന്നെ ഈ കേന്ദ്ര വിഹിതവും അർഹരായിട്ടുള്ള എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് കൃത്യമായി എത്തിച്ചേരുമെന്ന് അധികൃതർ ഇവിടെ വ്യക്തമാക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 21-ാം തീയതി 22-കാരൻ്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് 110 രൂപ കൂടി 14,710 രൂപയും പവന് 880 രൂപ കൂടി 1,17,680 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.